എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ PSCയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് KGTE ബേസ്ഡ് ആയിട്ട് 2015 നടന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ്, ടൈപ്പ് റൈറ്റിംഗ് തുടങ്ങിയ ആ സെക്ഷനിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് 25 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇന്നത്തെ 25 ക്വസ്റ്റ്യൻസിൽ 10 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ടെലഗ്രാം ചാനൽ വഴി ക്വിസ് രൂപത്തിൽ ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടെലഗ്രാം ചാനൽ ഇതുവരെയും ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാം. ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്ത ഏതെങ്കിലും വീഡിയോ കാണാൻ ബാക്കിയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക, അതിൻ്റെ ക്വിസും കൂടി അറ്റൻഡ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ 25 ക്വസ്റ്റ്യൻസിലേക്ക് കടക്കുകയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഓഫ് ദ കീബോർഡ് ഫോർ അലൈനിങ് അതർ ടൈപ്സ് മാസ്റ്റർ കീ. അതായത് കീബോർഡിലെ ഏത് കീ ആണ് അതർ ടൈപ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതർ ലെറ്റേഴ്സിനെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ മാസ്റ്റർ കീ ആണ്. ഇംഗ്ലീഷ് ടൈപ്പ് റൈറ്ററിലെ മാസ്റ്റർ കീ എന്ന് പറയുന്നത് N ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഫോമിംഗ് ഓഫ് ലെറ്റേഴ്സ് ഇൻ എ റെഗുലർ ലൈൻ വിത്ത് ഈവൻ സ്പേസ് ബിറ്റ്വീൻ ദം ഈസ് നോൺ ആസ് ഡാഷ് അലൈൻമെൻറ്റ്. അതായത് ഒരു ലെറ്റേഴ്സ് റെഗുലർ ലൈനിൽ ഫോം ചെയ്യുക, പിന്നെ അതിൻ്റെ സ്പേസൊക്കെ കറക്റ്റ് ആവുന്നതിനെയാണ് അലൈൻമെൻറ്റ് എന്ന് പറയുന്നത്. ദ ഫോഴ്സ് ഓഫ് ദ ഡാഷ് മേക്സ് ദ ക്യാരേജ് മൂവ്സ് ടുവാർഡ്സ് ദ ലെഫ്റ്റ്. അതായത് ക്യാരേജിൻ്റെ ലെഫ്റ്റ് വാർഡ്സിലേക്കുള്ള മൂവ്മെൻറ്റ് കൺട്രോൾ ചെയ്യുന്നതിന് സഹായിക്കുന്നതാണ് മെയിൻ സ്പ്രിങ് ഫോഴ്സ്. അതായത് മെയിൻ സ്പ്രിങ് ഫോഴ്സ് കൊണ്ടാണ് ക്യാരേജ് ലെഫ്റ്റ് ഭാഗത്തേക്ക് മൂവ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇത് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ ക്യാപിറ്റൽ ലെറ്റർ C ഈസ് യൂസ്ഡ് ഫോർ ദ നമ്പർ ഓഫ് ഡാഷ് 100 ആണ്. അപ്പോൾ ഇതിൽ റോമൻ ലെറ്റേഴ്സ് ആണ് ശരിക്കും വരുന്നത്. അതിൽ L, C, D, M എന്നീ ലെറ്റേഴ്സ് ചോദിക്കാറുണ്ട്. അപ്പോൾ അതൊന്ന് ഞാൻ ജസ്റ്റ് പറയാം. എല്ലാ ക്വസ്റ്റ്യനിലും ഈ ഒരു ക്വസ്റ്റ്യൻ ഏതെങ്കിലും ഒന്ന് ചോദിച്ചിരിക്കും. L എന്ന് പറയുന്നത് 50നെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, C 100, D 500, M എന്ന് പറയുന്നത് 1000. അതൊന്ന് ഓർത്ത് വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഡാഷ് ദ സ്പേസിംഗ് ഷുഡ് നോട്ട് ബി ഗിവൺ വൈൽ ടൈപ്പിംഗ് ആഫ്റ്റർ കോമ ഇൻ ഫിഗർ വർക്ക്. അതായത് ഫിഗർ വർക്കിൽ കോമയ്ക്ക് ശേഷം നമ്മൾ ഒരു സ്പേസും കൊടുക്കാറില്ല. ടൈപ്പ് ചെയ്യുമ്പോൾ ഒരു സ്പേസ് പോലും കൊടുക്കാറില്ല. അടുത്ത ക്വസ്റ്റ്യൻ, ദ സൗണ്ട് ഹേർഡ് ഡ്യൂറിങ് യൂണിഫോം ടൈപ്പിംഗ് ഈസ് കോൾഡ് റിതം. അതായത് യൂണിഫോം ടൈപ്പിങ്ങിൻ്റെ സമയത്ത് നമ്മൾ കേൾക്കുന്ന സൗണ്ടിനെ എന്താണ് പറയുന്നത്? റിതം എന്നാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഓൺ ദ എൻവലപ്പ് ദ വേർഡ് രജിസ്റ്റേർഡ് ഈസ് ടൈപ്ഡ് ഓൺ ദ ഡാഷ് സൈഡ്. അതായത് എൻവലപ്പിൽ നമ്മൾ രജിസ്റ്റേർഡ് എന്നുള്ള വേർഡ് ഏത് ഭാഗത്താണ് ടൈപ്പ് ചെയ്യുന്നത്? ടോപ്പ് ലെഫ്റ്റിലാണ് രജിസ്റ്റേർഡ് എന്നുള്ള വേർഡ് ടൈപ്പ് ചെയ്യുന്നത്. ദ കോംപ്ലിമെൻ്ററി ക്ലോസ് ഓഫ് DO ലെറ്റേഴ്സ് ആർ ജനറലി യൂസ്ഡ് യുവേഴ്സ് സിൻസിയർലി. അതായത് ഡെമി ഒഫീഷ്യൽ ലെറ്റേഴ്സിൽ ഉപയോഗിക്കുന്ന കോംപ്ലിമെൻ്ററി ക്ലോസ് ആണ് യുവേഴ്സ് സിൻസിയർലി. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഇലക്ട്രോണിക് ടൈപ്പ് റൈറ്റർ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ ഇയർ ഡാഷ്. 1938 ആണ്. 1938 ഇലക്ട്രോണിക് ടൈപ്പ് റൈറ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. MGTE സ്റ്റാൻഡ്സ് ഫോർ മദ്രാസ് ഗവൺമെൻറ് ടെക്നിക്കൽ എക്സാമിനേഷൻ. മദ്രാസ് ഗവൺമെൻറ് ടെക്നിക്കൽ എക്സാമിനേഷൻ എന്നുള്ളതാണ് MGTE റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഡാഷ് ഈസ് യൂസ്ഡ് ഇൻ ഗവൺമെൻറ് ഒഫീഷ്യൽ ലെറ്റർ ഫ്രം സെക്രട്ടേറിയറ്റ് ആസ് ഹെഡിങ്. നെയിം ഓഫ് ഗവൺമെൻറ് ഈസ് യൂസ്ഡ് ഇൻ ഗവൺമെൻറ് ഒഫീഷ്യൽ ലെറ്റേഴ്സ് ഫ്രം സെക്രട്ടേറിയറ്റ് ആസ് ഹെഡിങ്. അതായത് സെക്രട്ടേറിയറ്റിൽ നിന്നുള്ള ഗവൺമെൻറ് ഒഫീഷ്യൽ ലെറ്ററിൽ ഹെഡിങ് ആയിട്ട് വരുന്നത് നെയിം ഓഫ് ഗവൺമെൻറ് ആണ്. E&OE ഈസ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഇൻ ഇൻവോയ്സ്. ഇൻവോയ്സിൽ മോസ്റ്റ് കോമൺലി ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് E&OE. E&OEൻ്റെ ഫുൾ ഫോം ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കാറുണ്ട്. എറേഴ്സ് ആൻഡ് ഒമിഷൻസ് എക്സംപ്റ്റഡ് എന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ സ്പീഡ് ഓഫ് ഷോർട്ട് ഹാൻഡ് മലയാളം ലോവർ ആൻഡ് ഷോർട്ട് ഹാൻഡ് ഇംഗ്ലീഷ് ഹയർ ഇൻ KGTE ഓർ ഇക്വാലൻ്റ് എക്സാമിനേഷൻസ്. അതായത് ഈ ഷോർട്ട് ഹാൻഡ് മലയാളത്തിൻ്റെ ഷോർട്ട് ഹാൻഡ് മലയാളം ലോവറിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 50 വേർഡ്സ് പെർ മിനിറ്റും, പിന്നെ അതുപോലെ തന്നെ ഷോർട്ട് ഹാൻഡ് ഇംഗ്ലീഷ് ഹയറിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 120 വേർഡ്സ് പെർ മിനിറ്റുമാണ് വരുന്നത്.
ഡാഷ് ഈസ് യൂസ്ഡ് ഫോർ ദ കറക്ഷൻ ഇൻ സ്റ്റെൻസിൽ പേപ്പർ. സ്റ്റെൻസിൽ പേപ്പറിൽ കറക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഏതാണ്? കറക്റ്റിംഗ് ഫ്ലൂയിഡാണ് ഈ സ്റ്റെൻസിൽ പേപ്പറിൽ കറക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ലെറ്റേഴ്സ് ആർ അറേഞ്ച്ഡ് ഇൻ ടൈപ്പ്റൈറ്റർ കീബോർഡ് ആസ് ഡാഷ് റോസ്, 4 rows. അതായത് ടൈപ്പ്റൈറ്റർ കീബോർഡിൽ ലെറ്റേഴ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എത്ര റോസ് ആയിട്ടാണ്? 4 rows ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇൻ ഗവൺമെൻറ് ഓർഡർ GOP റെപ്രസെൻറ്റ്സ്, അതായത് ഗവൺമെൻറ് ഓർഡറിൽ GOP എന്നുള്ളത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഗവൺമെൻറ് ഓർഡർ പ്രിൻറ്റ് എന്നുള്ളതാണ്. ഇൻ DO ലെറ്റേഴ്സ് ദ ടു അഡ്രസ് ഈസ് യൂസ്ഡ് അറ്റ് ഡാഷ്. അതായത് DO ലെറ്റേഴ്സ് അല്ലെങ്കിൽ ഡെമി ഒഫീഷ്യൽ ലെറ്റേഴ്സിൽ ടു അഡ്രസ് എവിടെയാണ് ടൈപ്പ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബോട്ടം ലെഫ്റ്റ് സൈഡിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മെനി ഷിഫ്റ്റ് ലോക്ക് കീസ് ആർ ഇൻ എ ടൈപ്പ്റൈറ്റർ? 1 ആണ്. അതായത് ടൈപ്പ്റൈറ്ററിൽ എത്ര ഷിഫ്റ്റ് ലോക്ക് കീ ഉണ്ട് എന്ന് ചോദിച്ചാൽ 1 ആണ്. ഷിഫ്റ്റ് ലോക്ക് കീ ഉപയോഗിക്കുന്ന എന്തിനാന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഷിഫ്റ്റ് ലോക്ക് കീ ഉപയോഗിക്കുന്നത്. നമുക്കറിയാം ടൈപ്പ്റൈറ്ററിലാണെങ്കിലും കീബോർഡിലാണെങ്കിലും കമ്പ്യൂട്ടറിൻ്റെ കീബോർഡിലാണെങ്കിലും 2 ഷിഫ്റ്റ് കീസാണുള്ളത്. അപ്പോൾ സാധാ കമ്പ്യൂട്ടറിൻ്റെ കീബോർഡിൽ ഷിഫ്റ്റ് ലോക്കിന് പകരം ക്യാപ്സ് ലോക്ക് എന്നുള്ള കീ ആണ് വരുന്നത്. അപ്പോൾ 2 ഷിഫ്റ്റ് കീസാണുള്ളത്, ഒരു ഷിഫ്റ്റ് ലോക്ക് കീ ആണ് ഉള്ളത്. അത് പ്രത്യേകം ശ്രദ്ധിക്കാം. സെലക്ട് ദ കറക്റ്റ് ഗ്രൂപ്പ് ഓഫ് ലെഫ്റ്റ് സൈഡ് ഹെഡിങ് വെൻ ടൈപ്പിംഗ് ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് റെസ്പെക്റ്റീവ്ലി. അതായത് നമ്മൾ ഈ ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തുടങ്ങിയവ ടൈപ്പ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡ് ഹെഡിങ് ആയിട്ട് വരേണ്ടത് ഏതൊക്കെയാണ്? ലയബിലിറ്റീസ്, ലോസസ്, എക്സ്പെൻഡിച്ചർ. അതായത് ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തുടങ്ങിയവ ടൈപ്പ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡ് ഹെഡിങ് ആയിട്ട് വരേണ്ടത് ലയബിലിറ്റീസ്, ലോസസ്, എക്സ്പെൻഡിച്ചർ തുടങ്ങിയവയാണ്. ഡാഷ് ഈസ് ജനറലി യൂസ്ഡ് ഫോർ ടൈപ്പ്റൈറ്റർ ക്ലീനിങ്. അതായത് പെട്രോളാണ് ടൈപ്പ്റൈറ്റർ ക്ലീനിങ്ങിന് സാധാരണ ഉപയോഗിക്കാറുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മിനിമം ടാബ് സ്റ്റോപ്പ് പൊസിഷൻ ദാറ്റ് വി ക്യാൻ സെറ്റ് ഇൻ വേർഡ് 2003? വേർഡ് 2003 നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മിനിമം ആയിട്ടുള്ള ടാബ് സ്റ്റോപ്പ് പൊസിഷൻ എന്ന് പറയുന്നത് 0.01 ഇഞ്ചാണ്. ഹൗ മെനി ക്യാരക്ടേഴ്സ് ക്യാൻ ടൈപ്പ് ഇൻ എ സെൽ ഓർ എക്സൽ വർക്ക് ഷീറ്റ്? അതായത് ഒരു എക്സൽ വർക്ക് ഷീറ്റിൽ ഒരു സെല്ലിൽ ടൈപ്പ് ചെയ്യാൻ പറ്റുന്നത് 255 ക്യാരക്ടേഴ്സാണ്. വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഓപ്ഷൻ ഓഫ് പേജ് ബോർഡർ സെറ്റിംഗ്. പേജ് ബോർഡർ സെറ്റിങ്ങിൽ ഇല്ലാത്ത ഒരു ഓപ്ഷനാണ് ഷാലോ. വാട്ട് ഈസ് ദ ഷോർട്ട് കട്ട് കീ ഫോർ അൺഡു? അൺഡുവിനുള്ള ഷോർട്ട് കട്ട് കീ ആണ് Ctrl+Z എന്നുള്ളത്. വിച്ച് മെനു ദ കമാൻഡ് തംബ്നെയിൽസ് ഈസ് അവൈലബിൾ? അതായത് തംബ്നെയിൽസ് എന്നുള്ള കമാൻഡ് ഏത് മെനുവിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്? വ്യൂ മെനുവിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്ത 25 ക്വസ്റ്റ്യൻസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം തീർച്ചയായിട്ടും ക്വിസ് അറ്റൻഡ് ചെയ്യാം. ക്വിസ് നിങ്ങൾക്ക് ടെലഗ്രാം ചാനലിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാത്തവർ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാം. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ